നമസ്തേ. ആ വ്യക്തി നമ്മളെ ഇട്ടിട്ട് പോയി, നമ്മളെ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയി. പലതവണ പിണങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. ആ സമയങ്ങളിലൊക്കെ പിണങ്ങിക്കഴിയുമ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് റിസോൾവ് ആയിട്ട് വീണ്ടും ആ ബന്ധം തുടരുമായിരുന്നു. ആ ബന്ധം നിങ്ങൾ ആസ്വദിച്ചിരുന്നു. അല്പമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് ഒരുതരം ആസ്വാദനം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. പല ബന്ധങ്ങളും രോഗാതുരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിലായിരിക്കുന്ന സമയത്ത് രണ്ടു കൂട്ടർക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്? കാരണം ആ ബന്ധം നിലനിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ സുഖം നൽകുന്നതായിട്ടുള്ള അവസ്ഥ അവിടെ നിലനിൽക്കാൻ വേണ്ടിയുമാണ്. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാജിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് പല രീതിയിലുള്ള മെക്കാനിസത്തിലൂടെ കടന്നു പോകുന്നു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ബന്ധമാണെങ്കിലും, അത് നിങ്ങളുടെ കാമുകനാണെങ്കിലും കാമുകിയാണെങ്കിലും ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും, ആ ബന്ധം മുറിഞ്ഞു പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള വേദനകളിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണിത്. പല ആളുകൾക്കും എങ്ങനെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഈ വേർപാടുകളിൽ നിന്നുണ്ടാകുന്ന ആഘാതങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയെന്നറിയില്ല. അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന വേദന എങ്ങനെ മറികടക്കണമെന്നറിയുന്നില്ല. അങ്ങനെ പല ആളുകളും ജീവിതം അവസാനിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റു പല നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻസിലേക്കൊക്കെ ട്രാക്ക് മാറിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹബന്ധം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ വീണ്ടും വീണ്ടും അവരുടെ പിന്നാലെ നടന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ശ്രമങ്ങൾ അത്രയും ഒരു വൺ വേ എന്നുള്ള രീതിയിൽ, ഒരു പരാജയം എന്നുള്ള രീതിയിൽ മാറുകയും അവിടെ നിന്ന് യാതൊരുവിധ റെസ്പോൺസ് ലഭിക്കാതെ ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ നിങ്ങളിങ്ങനെ പുറകെ നടന്ന് കാല് പിടിക്കേണ്ടതുണ്ടോ? യഥാർത്ഥത്തിലുള്ള സ്നേഹമാണെങ്കിൽ എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുക? അങ്ങനെ ഇതിൻ്റെ പല വശങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ടോക്ക് കേട്ട് കഴിയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളാൽ ഉണ്ടായിട്ടുള്ള മുറിവുകളിൽ നിന്ന് നമുക്കൊരു മുക്തി ലഭിക്കാനും അത് കാരണമാകുന്ന രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളെ യഥാർത്ഥത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ഈ രീതിയിൽ പോരാടേണ്ടി വരുമോ എന്നുള്ളതാണ്. സ്നേഹത്തിന് യഥാർത്ഥത്തിൽ കൺവിൻസിങ് ആവശ്യമില്ല എന്നുള്ളതാണ്. സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട വരുന്നുണ്ടെങ്കിൽ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരുന്നുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്നേഹമല്ല. ഒരുപക്ഷെ പിടിച്ചു വാങ്ങിയതോ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നതോ ആയിട്ടുള്ള ഒരു സ്നേഹമാകാനുള്ള സാധ്യത വളരെയധികമാണ്. യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് വരേണ്ട ഒരു പ്രോസസ്സാണ് എന്നുള്ളത് നമ്മൾ ആദ്യ പടിയായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സ്നേഹത്തിന് നിങ്ങളുടെ കൺവിൻസിങ് ആവശ്യമില്ല, നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നിങ്ങൾ ഒരുപാട് ബേൺ ഔട്ട് ആകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിനെ ഒരു മുറുകെ പിടിച്ച് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. യഥാർത്ഥ സ്നേഹം ഒരു കുളിർക്കാറ്റ് പോലെ നിങ്ങളെ തഴുകിക്കൊണ്ട് എപ്പോഴും നിങ്ങളുടെ ചുറ്റിനും നിലനിൽക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ എഫേർട്ട് എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് ഫ്ലോ ഉണ്ടാകേണ്ട ഒരു സാധനമല്ല. അതായത് ഒരു ബന്ധം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നിങ്ങൾ മാത്രം ഒരു സൈഡിൽ നിന്ന് എഫേർട്ട് എടുക്കുകയും എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആ ബന്ധം നിലനിർത്താനുള്ള യാതൊരുവിധ ശ്രമങ്ങളുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിട്രയൽ, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തേപ്പ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല സമയത്തും പുറകെ പോയി എക്സ്പ്ലെയിൻ ചെയ്ത് നിലനിർത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന ഒരു കക്ഷി ഉണ്ടായിരിക്കും. പക്ഷേ മറ്റേ കക്ഷിയുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ഈ ബന്ധം നിലനിർത്താനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ വ്യക്തികൾ വഴി ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും, മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരിക്കും, കോളുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ എത്രമാത്രം കോളുകൾ ചെയ്തിട്ടും ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾ പല ദിവസങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഴ്ചകളായിട്ടും മാസങ്ങളായിട്ടും ചിലപ്പോൾ വർഷങ്ങളായിട്ടും വിളിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ബന്ധം നമ്മുടെ തലച്ചോറിൽ ഒരു അഡിക്ഷൻ പോലെ ആയി മാറി എന്നുള്ളതാണ്. അത് നമ്മുടെ തെറ്റല്ല. എന്തുകൊണ്ടാണ് അത് അഡിക്ഷനായിട്ട് മാറുന്നത് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. പക്ഷെ അതിന് മുൻപ് മനസ്സിലാക്കേണ്ടത്, ഈ വൺ സൈഡ് എഫേർട്ട് ഒരുപാട് നടന്നിട്ടും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ ബന്ധം നിലനിർത്താനുള്ള യാതൊരുവിധ എഫേർട്ടുകളും ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇപ്പോൾ നേരിട്ടുള്ള ഒരു എഫേർട്ട് ആയിരിക്കണമെന്നില്ല ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നത്. വേറെ വ്യക്തികൾ മുഖേനയോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അറിയുന്ന ആളുകൾ മുഖേനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ആയിരിക്കാം. യാതൊരു എഫേർട്ടും കാലങ്ങളായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനുവേണ്ടി സമയം കളയേണ്ടതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ പറയുന്നത്, ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ എഫേർട്ട് മസ്റ്റ് ഫ്ലോ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ നിന്നും തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്.
കാരണം ബന്ധമെന്ന് പറയുമ്പോൾ തന്നെ അത് രണ്ടുപേരുടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ്, അതിൻ്റെ ഒരു ലയനം തന്നെയാണ്. ഒരു വ്യക്തി നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ സ്നേഹബന്ധത്തിൽ യഥാർത്ഥമായിട്ടുള്ളൊരു മൂല്യം അവർ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഈഗോയേക്കാൾ അപ്പുറത്തേക്ക് ആ സ്നേഹത്തിന്, ആ മൂല്യത്തിന്, ആ ബന്ധത്തിനായിരിക്കും, അല്ലെങ്കിൽ ആ ബോണ്ടിനായിരിക്കും അവർ വില കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഈഗോയ്ക്ക് വേണ്ടി അവർ നിങ്ങളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയില്ല. ഇനി അഥവാ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അവർ ആ ഈഗോയ്ക്ക് മുകളിലാണ് ഈ ബന്ധം, ഈ ബോണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർ പതിയെ അതിൽ നിന്ന് മാറുമെന്നുള്ളതാണ്. എന്ന് കരുതി നിങ്ങളുടെ എല്ലാ പിടിവാശികളും അനുവദിച്ചു തരുന്നതാണ് ഒരു നല്ല ബന്ധം അല്ലെങ്കിൽ ഐഡിയൽ ബന്ധം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈഗോയ്ക്ക് മുകളിൽ ബോണ്ടിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറയുന്നു, ഈഗോയ്ക്ക് മുകളിൽ റിലേഷൻഷിപ്പിന് പ്രാധാന്യം നൽകുന്ന സമയത്ത് അവിടെ സ്നേഹമാണ് അവിടെ ഓവർറൂൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയില്ലാത്ത എല്ലാവിധ ഈഗോകളും പിടിവാശികളും അതുമാത്രമാണ് പ്രധാനമെന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. പല സമയത്തും ബന്ധങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന അവസ്ഥകളിലൂടെ വ്യക്തികൾ കടന്നു പോകാറുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ യാചിക്കുന്ന സമയത്ത് ഈ ബന്ധം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പ്രണയത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അതൊരു അട്രാക്ഷന്റെ പുറത്ത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ബെഗ്ഗിങ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെ സെൽഫ് റെസ്പെക്ട് തകരുകയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിക്ക് ഈ ബെഗ് ചെയ്യുന്ന ആളോടുള്ള റെസ്പെക്റ്റും കുറയുകയാണ്. രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് പരസ്പരം കുറയുന്ന സമയത്ത് അവിടെ അട്രാക്ഷൻ കുറയുകയും അങ്ങനെ ആ ബന്ധം പതിയെ തകർന്നു പോകാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ഞാൻ പറയുന്നത് ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബെഗ്ഗിങ്, ഇത്തരത്തിലുള്ള അവസ്ഥകൾ വാല്യൂ കുറയ്ക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായാലും അല്ലെങ്കിൽ സ്വയമായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പ്രതിയുള്ളതായാലും ആ വാല്യൂ കുറയുന്ന സമയത്ത് ഈ ബന്ധം തകർന്നു പോകാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ ഇങ്ങനെ തകരുന്ന ബന്ധങ്ങളിൽ മനുഷ്യന് ഉണ്ടാകുന്ന അടുത്തതായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ വാല്യൂ കുറയുന്നതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ യാചിക്കുകയാണ്. സ്നേഹത്തിന് വേണ്ടി ഒരുപാട് യാചിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് വളരെ കഷ്ടതയുള്ള ഒരു അവസ്ഥ തന്നെയാണത്. അതിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നറിയാം. പല സമയത്തും ഞാൻ നിന്നെ കെയർ ചെയ്യും, ഞാൻ നിന്നെ സ്നേഹിക്കും എന്നൊക്കെ പറയുന്നത്, ഈ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രവർത്തികളാണ് ആ വ്യക്തിയുടെ ഇൻറ്റൻഷനെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പം എത്ര സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും, മോനെയെന്നോ മോളെയെന്നോ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നും ആ ബന്ധം നല്ലതാണ്, അല്ലെങ്കിൽ ആ ബന്ധം എന്നും ഇങ്ങനെയായിരിക്കും ഇവരെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ പുറമേ അല്പം റഫായിട്ട് പെരുമാറുന്ന ആളുകളും ചിലപ്പോൾ കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കുന്ന ആളുകളുമായിരിക്കും യഥാർത്ഥത്തിൽ നല്ലതായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ബന്ധം ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എപ്പോഴും റഫായിട്ടുള്ളവർ നല്ല ബന്ധം കൊടുക്കുമെന്നോ അല്ലെങ്കിൽ എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്നവർ മോശം ബന്ധമാണ് കൊടുക്കുന്നത് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റണം. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അടയാളങ്ങളും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തുലനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളിനി ഈ ബന്ധത്തിൽ നമ്മളെ സമയം കളയണോ അതോ നമ്മുടെ കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യണമോ എന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങളെ തേടുന്നവരോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ നിന്നുള്ള, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു വാല്യൂ തരുന്ന, ആ ബന്ധം നിലനിർത്താനായിട്ട് താല്പര്യമുള്ള, അതുപോലെ തന്നെ നിങ്ങൾക്ക് യാചിക്കേണ്ടതായിട്ട് വരാത്തൊരവസ്ഥ, വാക്കുകൾക്കപ്പുറത്തേക്ക് പ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള ബന്ധങ്ങൾ. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള വാല്യൂ, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ വേറെ ആരോടും യാചിക്കുന്നില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇവിടേക്ക് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ആപ്ലിക്കബിൾ ആക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്രെയിനിനെ കുറിച്ച്. ഈ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ ആ ബന്ധത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ യഥാർത്ഥത്തിൽ അവിടെ ഡോപ്പമിൻ റിലീസ് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് രീതിയിലുള്ള ഒരു താല്പര്യം, ഒരു ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അഡിക്ഷൻസ് പോലും ഈ ഡോപ്പമിൻ റിലീസിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബന്ധത്തിലുണ്ടായിരിക്കുന്ന സമയത്ത് ഈ ഡോപ്പമിൻ റിലീസ് നിലനിൽക്കുകയും എന്നാൽ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥ ആയിരിക്കുന്ന സമയത്ത് ഈ ഡോപ്പമിൻ റിലീസ് വരാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് കഠിനമായിട്ടുള്ള വേദനയായിട്ട് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മനസ്സ് അതിനെ പെർസീവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡോപ്പമിൻ റിലീസ് നമുക്ക് വീണ്ടും എങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഈ ബന്ധം ഒരു അഡിക്ഷൻ പോലെ ആയിട്ട് മാറുകയാണ്. നമ്മൾ ഈ വ്യക്തിയുടെ പുറകെ വീണ്ടും വീണ്ടും പോയി വീണ്ടും വീണ്ടും കൺവിൻസ് ചെയ്ത് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും വീണ്ടും യാചിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് പക്ഷേ പിന്നെയും നമുക്ക് നിരാശയായിരിക്കും ഉണ്ടാകുക. നമ്മൾ വിചാരിക്കുന്നത് ഈ അഡിക്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ സാധാരണ ചില ആളുകൾ ഈ പല ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിത്ഡ്രോവൽ സിംറ്റം അല്ലെങ്കിൽ ഒരു ക്രേവിങ്, അവർ വീണ്ടും വീണ്ടും അത് എങ്ങനെ കിട്ടാമെന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബന്ധത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധം മുറിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും അത് കിട്ടാനായിട്ട് ശ്രമിക്കുമ്പോഴാണോ യഥാർത്ഥത്തിൽ നമുക്ക് ഡോപ്പമിൻ ഉണ്ടാകുന്നതല്ല. നമുക്ക് സന്തോഷകരമായ
വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും തകർന്ന് എല്ലാം നശിച്ചു പോയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ അല്പമെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നതായിട്ടുള്ള ഒരു ചെറിയ ഒരു കണിക, ഒരു എലമെൻ്റ് എങ്കിലും നമ്മുടെ മനസ്സിൽ ബാക്കി ഉണ്ടായിരിക്കുന്നുള്ളതാണ്. അതാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്. ആ കച്ചിത്തുരുമ്പിൽ പിടിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഈ ഡോപ്പമിൻ റിലീസ് ഉണ്ടാകുകയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ മൊത്തത്തിൽ പൊട്ടിത്തകർന്നു പോയെങ്കിലും നമുക്ക് നമ്മളെ തന്നെ ഈ തകർന്ന അവസ്ഥയിൽ നിന്ന് റീബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യമെന്ത്? അപ്പോൾ പല ആളുകൾക്കും അത് ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള സൈഡിൽ കൂടെയുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും അവരെ താങ്ങി നിർത്താനായിട്ട് സഹായിക്കുന്നത്. ചിലർക്ക് ചിലപ്പോൾ അവരുടെ പണ്ടുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു സ്വപ്നമായിരിക്കും. ചിലർക്ക് ചിലപ്പോൾ അവരുടെ ഏറ്റവും തീവ്രമായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്ന ഒരു താല്പര്യമായിരിക്കും, ഒരു പാഷനായിരിക്കും. അവരുടെ കർമ്മത്തിലേക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തകർച്ചകൾ വഴിവെക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മളെ ഫോക്കസിലേക്ക് ഒന്ന് റീഡയറക്റ്റ് ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ബന്ധം തകരുന്ന സമയത്ത് നമുക്ക് വളരെ വലിയ തകർന്നു പോയല്ലോ, എല്ലാം നശിച്ചില്ലാതായി പോയല്ലോ എന്നുള്ള തോന്നൽ ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് റീബിൽഡിംഗ് ആണ്. എല്ലാം തകർന്നിട്ടില്ല, അത് ജസ്റ്റ് ഒരു റീഡയറക്ഷൻ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ബന്ധങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മളുമായിട്ടുള്ള ആത്മബന്ധം നമുക്ക് എത്രമാത്രം ഉണ്ട്, നമുക്ക് നമ്മളെ തന്നെ എത്രമാത്രം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, എൻ്റെ നെഗറ്റീവും എൻ്റെ പോസിറ്റീവും എനിക്ക് എത്ര മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, എൻ്റെ സ്കില്ലുകൾ എനിക്കെങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, എൻ്റെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾ, എൻ്റെ സർഗശേഷി അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് എത്രമാത്രം റിയലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് ഞാൻ അതിനെ പരിപോഷിപ്പിക്കുന്ന സമയത്ത് ഞാനൊരു മരമായിട്ട് വളർന്നു വരികയും എൻ്റെ തണൽ ആവശ്യമുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും എനിക്കരികിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിട്രയൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേർപാടുകളിൽ നിന്നുള്ള വേദന എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും മറികടന്നു പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ മറികടക്കും. തീർച്ചയായിട്ടും ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് തോട്ടുകൾക്ക് സ്പാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുകയല്ല. അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതെത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മാനസികമായിട്ട് എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കൊരു മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് തന്നെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണറുടെ അടുത്ത് നിന്ന്. അപ്പോൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമ്പോൾ സ്വയം നിർമ്മിക്കുക. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് സ്വയം നട്ട് നനച്ചുകൊണ്ട് ഒരു മാമരമായിട്ട് വളരാനായിട്ട് സാധിക്കട്ടെ. വേദനകളും മുറിവുകളും നിങ്ങളെ ഒരു മാമരമാക്കി മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.